Hi friends, myself Muhammed Thanseeh. I will be dealing with the topic competitive and non-competitive type of enzyme inhibition. The types of enzyme inhibition are competitive, non-competitive, uncompetitive, suicide inhibition, allosteric inhibition and feedback inhibition. Out of this, I will be discussing the topic competitive inhibition and non-competitive inhibition. In competitive inhibition, the competitive inhibitor is a substance that competes directly with the normal substrate for an enzyme substrate binding site. Competitive inhibition, substrate and inhibitor will be structurally similar. അപ്പോൾ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റിൽ ഇൻഹിബിറ്റർ വന്നിരിക്കുന്ന സമയത്ത് സബ്സ്ട്രേറ്റിന് എൻസൈം അവൈലബിൾ അല്ലാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഫോർമേഷൻ റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ വർക്ക് ചെയ്യുന്നത്. The characteristics of competitive inhibition are structural similarity. Structural analog of substrate ആയിരിക്കും ഇൻഹിബിറ്റർ വരിക. റിവേഴ്സിബിലിറ്റി, ഇത് റിവേഴ്സിബിൾ ആണ്. എക്സസ് സബ്സ്ട്രേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇൻഹിബിഷൻ നമുക്ക് അബോളിഷ് ചെയ്യാൻ കഴിയും. കൈനറ്റിക്സ് പറയുകയാണെങ്കിൽ KM വാല്യൂ കൂടും ചെയ്യും, അതുപോലെ Vmaxൽ ചേഞ്ച് വരില്ല. അത് കാണിക്കുന്ന ഗ്രാഫുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒരുപാട് എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും 4 എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഗൗട്ടിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലോപീരിനോൾ യൂസ് ചെയ്യും. അലോപീരിനോൾ സാന്തിൻ ഓക്സിഡേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് ഡൈക്യൂമറോളിനെ കൊടുക്കും. ഡൈക്യൂമറോൾ ഇൻഹിബിറ്റ് ദ എൻസൈം വിറ്റാമിൻ K എപ്പോക്സൈഡ് റിഡക്റ്റീസ്. And other examples are given in this slide. Next, non-competitive inhibition. In non-competitive inhibition, there is no competition between substrate and inhibitor. The inhibitor usually binds to a different domain on the enzyme other than substrate binding site. Non-competitive inhibition എന്ന സമയത്ത് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റിൽ അല്ലാത്ത വേറൊരു സൈറ്റിലാണ് ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുക. ഇൻഹിബിറ്റർ വല്ലാത്തൊരു സൈറ്റിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് എൻസൈമിനെ ഇനാക്റ്റീവ് ആക്കും. അങ്ങനെ പ്രൊഡക്റ്റ് ഫോർമേഷൻ കുറക്കും, ആ എൻസൈമിനെ ഇനാക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ ആർ സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ടാവില്ല. ദർ വിൽ ബി നോ സ്ട്രക്ചറൽ റിസംബ്ലൻസ് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ആൻഡ് ഇൻഹിബിറ്റർ. റിവേഴ്സിബിലിറ്റി, ഇറ്റ്സ് ജനറലി ഇൻറിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഇത് കൈനറ്റിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ KM വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവില്ല, പക്ഷേ Vmax വാല്യൂ ഡിക്രീസ് ചെയ്യും. അത് കാണിക്കുന്ന ഗ്രാഫുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. And the examples of non-competitive inhibition are inhibition of cytochrome oxidase by cyanide poisoning, inhibition of enolase by fluoride, and dimercaprol antidote for heavy metal poisoning. Iodoacetate inhibits enzyme with sulfhydryl group at their active center. ഇത് രണ്ടും കൊണ്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിൽ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിൽ inhibitor will be structurally similar to the substrate, while in non-competitive inhibition there will be no structural similarity. Reversibility നോക്കുകയാണെങ്കിൽ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിൽ റിവേഴ്സിബിൾ ആയിരിക്കും, നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ ഇറിവേഴ്സിബിൾ ആയിരിക്കും. കൈനറ്റിക്സിന് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ KM വാല്യൂ ഇൻക്രീസ് ചെയ്യും കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിൽ, Vmaxൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ KM വാല്യൂ ഒരു ചേഞ്ചും ഉണ്ടാവില്ല നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷനിൽ. അതുപോലെ തന്നെ Vmaxൽ വാല്യൂ കുറയുകയും ചെയ്യും. ഇത്രയാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. During the normal enzyme catalytic cycle, the substrate encounters an enzyme with a specific active site to which it binds, forming an enzyme-substrate complex. The enzyme then facilitates the breakdown of the substrate to its products, which part from the enzyme, leaving the active site free to catalyze another substrate as the cycle begins again. Competitive inhibition occurs when an enzyme encounters a blocker which mimics the properties of the substrate and binds to the enzyme's active site. Thus, when the substrate is encountered, the active site is not available for attachment and no reaction will occur. Non-competitive enzyme inhibition involves the binding of a blocker to the enzyme away from the active site. This binding causes a conformational change in the enzyme, altering the shape of the active site, which prevents the substrate from binding. No reaction will occur as long as the non-competitive blocker is bound to the enzyme.